ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഡൗട്ടാണ്. അതായത് പിയേഴ്സ് സോപ്പിനെ കുറിച്ചിട്ടാണെങ്കിലും ഏതൊരു സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിലും അവർക്ക് ഭയങ്കര ഡൗട്ടാണ്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാ സോപ്പിൻ്റെ സാധനങ്ങളും ഉണ്ട്. അതായത് മോൾഡാണെങ്കിലും മോൾഡ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലുകളാണെങ്കിലും നമ്മുടെ കയ്യിലുണ്ട്. ഏതൊക്കെ ഫ്രാഗ്രൻസ് ഓയിലുകൾ ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എന്നുള്ളതും അതുപോലെ തന്നെ ഏതൊക്കെ ബേസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എന്നുള്ളതും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോസിലൂടെ തന്നെ പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഒരുപാട് പേര് ഡൗട്ടാണ്, 18 രൂപക്ക് സോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് മുതലാവുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടയിൽ എത്ര രൂപക്കാണ്, ഹോൾസെയിൽ റേറ്റ് എത്രയാണ്, റീറ്റെയിൽ റേറ്റ് എത്രയാണ്, അതുപോലെ പിയേഴ്സിൻ്റെ സോപ്പിന് പിയേഴ്സ് കളർ കിട്ടാനും പിയേഴ്സിൻ്റെ സ്മെല്ല് കിട്ടാനും എന്താണ് ആഡ് ചെയ്യണത് ഒക്കെ ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ 1 കിലോ ബേസിന് എത്ര ജ്യൂസ് നമ്മൾ ചേർക്കണം, അതുപോലെ തന്നെ എത്ര കളർ ആഡ് ചെയ്യണം, എത്ര സ്മെല്ല് നമ്മൾ ചേർക്കണം, ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ഡൗട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഷോപ്പിൽ സോപ്പിൻ്റെ റേറ്റ് ഹോൾസെയിൽ റേറ്റിൻ്റാണ് നമ്മൾ സോപ്പ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സോപ്പിന്, അത് ഏത് സോപ്പായിക്കോട്ടെ, ആ ഒരു സോപ്പിന് നമ്മൾ റേറ്റ് വരുന്നത് 18 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മൾ ബോക്സ് ഒക്കെ എല്ലാം കൂടെയാണ് നമ്മൾ 18 രൂപക്ക് കൊടുക്കുന്നത്. നമ്മൾ വലിയ ഓവർ ലാഭമൊന്നും നമ്മൾ എടുക്കണില്ല. ഒരു സോപ്പിൻ്റെ മുകളിൽ നമുക്ക് കുഞ്ഞു ഒരു ലാഭം നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഓവറായിട്ട് ലാഭം വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് നടക്കില്ല. ഇപ്പോൾ ഒരു സോപ്പിൻ്റെ മുകളിൽ ചിലപ്പോൾ 1 രൂപ അല്ലെങ്കിൽ 2 രൂപ ലാഭത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാണ്ട് കൂടുതൽ ലാഭം പ്രതീക്ഷിച്ചിട്ടൊന്നല്ല നമ്മളിത് ചെയ്യണതും മുന്നോട്ട് പോണതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു സാധനമാണെങ്കിലും ഏതൊരു സോപ്പാണെങ്കിലും ബോക്സായിട്ടും നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ ഈ ഒരു 18 രൂപ റേറ്റിലാണ് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നത്. ഷോപ്പേൽ പിന്നെ അത് അവർക്ക് ഒരു റേറ്റ് ഉണ്ടാവില്ല, ആ റേറ്റ് വെച്ചിട്ടാണ് അവർ കൊടുക്കുന്നത്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എത്ര ഗ്രാമിൻ്റെ ആണോ സോപ്പ്, അത് 50 ഗ്രാമിൻ്റെ ആണോ, 50 ഗ്രാമിൻ്റെ സോപ്പ്. ചില കടകളിലൊക്കെ ഞാൻ പോയാൽ കാണാറുണ്ട് തീരെ വെയിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ 100 ഗ്രാമിൻ്റെ സോപ്പൊന്നും ആവില്ല, അത് ചിലപ്പോൾ 50 ഗ്രാമും ചിലപ്പോൾ 10 ഗ്രാമിൻ്റെ ഒക്കെ സോപ്പുകളാവും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, 100 ഗ്രാം, അതായത് 100 അല്ലെങ്കിൽ ഒരു 90, 98, 90 ആവില്ല, 98, 99, 100 അങ്ങനെ ഗ്രാമായിട്ടാണ് നമ്മൾ ഇതുവരെയും കൊടുത്തിട്ടുള്ളത്. സത്യസന്ധമായിട്ട് തന്നെയാണ് നമ്മളെല്ലാ ഷോപ്പുകളിലും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിയുമ്പോൾ അവർ നമ്മളോട് പറയുകയും ചെയ്യും, നമ്മൾ കൊടുക്കുകയും ചെയ്യും. ഞാൻ ഒന്നിച്ചിട്ടാണ് ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുക. സോപ്പ് കൊണ്ടുകൊടുത്ത ഉടനെ തന്നെ നമ്മൾ കാശും വാങ്ങിക്കാറില്ല. നമുക്ക് ആവശ്യം വരുമ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ പൈസ നമുക്ക് തരികയും ചെയ്യും. അത്രേ ഉള്ളൂ. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പിയേഴ്സ് സോപ്പിന് സ്മെല്ല് എവിടുന്നാണ് കിട്ടുക, പിയേഴ്സ് സോപ്പിൻ്റെ കളർ എവിടുന്നാണ് കിട്ടുക. ആദ്യമൊന്നും എനിക്ക് പിയേഴ്സ് സോപ്പ് ഉണ്ടാക്കുമ്പോൾ കളർ കിട്ടിയായിരുന്നില്ല. അപ്പോൾ ഞാനും വിചാരിക്കാറുണ്ട്, പല യൂട്യൂബേഴ്സിൻ്റെയും ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ കളർ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും പിയേഴ്സ് സോപ്പിൻ്റെ കളർ അവർക്ക് വരാറുണ്ട്, പക്ഷേ എനിക്ക് മാത്രം വരാറില്ല. അങ്ങനെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ പിയേഴ്സിൻ്റെ കളർ സാൻഡിൽ വാങ്ങിച്ചു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ എന്ത് ചെയ്യണത്, പിയേഴ്സിൻ്റെ കളറായിട്ട് ആഡ് ചെയ്യണത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ സോപ്പിൻ്റെ സാധനങ്ങൾ വാങ്ങണം അവരോട് അന്വേഷിച്ചപ്പോൾ അവരുടെ കയ്യിൽ ഈ സാധനം ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ അവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ സോപ്പ് ബേസ് ഒരാളുടെ കയ്യിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് മേടിക്കുമ്പോൾ തന്നെ അവരുടെ കയ്യിൽ നിന്ന് ഒന്നെങ്കിൽ 50 കിലോ അല്ലെങ്കിൽ 100 കിലോ അല്ലെങ്കിൽ 500 കിലോ 1000 കിലോനൊക്കെ വാങ്ങിച്ചാലാണ് നമുക്ക് വിചാരിച്ച റേറ്റിൽ നമുക്ക് സോപ്പ് ബേസ് കിട്ടുള്ളൂ. അങ്ങനെ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഇവിടെ സോപ്പ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ലാഭവും വരുന്നുള്ളൂ. സോപ്പിലേക്ക് നമ്മൾ സോപ്പ് മാത്രമല്ലല്ലോ, അതിലേക്ക് ഒഴിക്കുന്ന കളറ്, ഫ്രാഗ്രൻസ് ഓയിൽ, ഇതിൻ്റെ ഒക്കെ റേറ്റ് കണക്കൂട്ടിയിട്ട് വേണം നമുക്ക് ഒരു റേറ്റ് ഇടാനും. അപ്പോൾ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചുകൊണ്ട് മാത്രം നമ്മളത് ക്ലിയർ ചെയ്ത് തന്നതെന്ന് മാത്രം. പിന്നെ 1 കിലോ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തതാണ് ഇപ്പോൾ നമ്മൾ ഈ വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ കളർ ആഡ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ, 1 തുള്ളി അല്ലെങ്കിൽ 2 തുള്ളി. നമുക്കറിയാം പിയേഴ്സ് സോപ്പിൻ്റെ കളർ എത്രത്തോളം ഉണ്ട് എന്ന്. ഞാൻ ആദ്യം പിയേഴ്സ് സോപ്പിന് കളർ ഒഴിച്ചപ്പോൾ ഏകദേശം ഒരു ലേശം കളറ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം പിയേഴ്സ് കളറിൻ്റെ സോപ്പിൻ്റെ കളർ ആയിട്ടുണ്ട് എന്ന്. പിന്നെ നമുക്ക് കളർ കിട്ടാണ്ടായപ്പോൾ അവരെന്ത് ചെയ്ത് പൊടികളാണ് തന്നിട്ടുണ്ടായിരുന്നത്. പൊടികൾ തന്നപ്പോൾ തന്നെ നമുക്കറിയുണ്ടായിരുന്നു എത്രത്തോളം ഇടണമെന്ന്. അപ്പം ഞാനൊരു കുറച്ച് പൊടി ഇട്ടപ്പോൾ തന്നെ അത് നല്ല ഡാർക്ക് കൂടുകയും ചെയ്ത്
ലൈറ്റ് കളർ ആവണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പൊടിയാണ് നമ്മൾ ഇടാൻ പാടുള്ളൂ. പിന്നെ ഫ്രാഗ്രൻസ് ഓയിൽ ഞാൻ 2 ടീസ്പൂണാണ് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചിട്ടുള്ളത്. ml കണക്ക് ചിലപ്പോൾ എല്ലാവർക്കും ml കണക്ക് അറിയലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ml ഗ്ലാസ് ഉണ്ട്, പക്ഷെ ഞാനത് കൂടുതലും യൂസ് ചെയ്യാറില്ല. നമ്മൾ 1 കിലോ ബേസിലേക്ക് ചിലപ്പോൾ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂണാണ് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കാറ്. കാരണം നമ്മൾ എത്രത്തോളം ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കണോ അത്രത്തോളം സോപ്പിന് നല്ല സ്മെല്ലും കിട്ടും. അപ്പോൾ ഞാൻ 1 കിലോയ്ക്ക് ഞാൻ ഒഴിക്കുന്നതാണ് 2 ടേബിൾ സ്പൂൺ അല്ല 2 ടീസ്പൂണാണ് നമ്മൾ ഫ്രാഗ്രൻസ് ഓയിൽ 1 കിലോയ്ക്ക് ഒഴിക്കുന്നത്. പിന്നെ ഈ കറ്റർവാഴയുടെ ജ്യൂസ് അതുപോലെ ക്യാരറ്റിൻ്റെ ജ്യൂസ് അങ്ങനെ ഉള്ളവരൊക്കെ ഒഴിക്കണവരുണ്ടാവും. അവരാണെങ്കിലും അതെ നമ്മൾ ചേറി വന്ന ഒരു 3 ടീസ്പൂണാണ് നമുക്ക് ജ്യൂസ് ചേർക്കാനും പാടുള്ളൂ. കൂടുതലായിട്ട് നമ്മൾ ജ്യൂസ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സോപ്പ് കട്ടിയില്ലാണ്ടാവും, അതുപോലെ തന്നെ പതയില്ലാണ്ടാവും. അങ്ങനെ തൊടുമ്പോൾ തന്നെ ഒരു വഴുവഴുപ്പായിട്ട് നമുക്ക് നമ്മുടെ സോപ്പ് കിട്ടും. അപ്പോൾ ഈ ml കണക്ക് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. നിങ്ങൾ എപ്പോഴും 1 ടീസ്പൂൺ കണക്ക് വെച്ചാൽ മതി. അതായത് 1 കിലോന് 2 ടീസ്പൂണാണ് നമ്മൾ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കാറ്. അതുപോലെ തന്നെ കളർ നമുക്ക് അറിയാമല്ലോ, 2 തുള്ളി 3 തുള്ളിയൊക്കെ ഇട്ടിച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് നമ്മുടെ വിചാരിച്ച കളറായി കഴിഞ്ഞാൽ നമുക്കത് നിർത്താം. അപ്പോൾ അതിലാർക്കും ഡൗട്ട് വേണ്ട. അതുപോലെ ജ്യൂസ് എത്ര കണക്ക് ഒഴിക്കണം എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ 1 കിലോയ്ക്ക് ഒരു 3 ടീസ്പൂൺ, ചുരുങ്ങിയത് ഒരു 3 ടീസ്പൂണാണ് ഞാൻ ജ്യൂസ് എടുക്കാറ്. പിന്നെ നമ്മൾ കിലോന് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ടീസ്പൂണിൻ്റെ കണക്കും കൂട്ടിയാൽ മതി. അപ്പോൾ ഒരുപാട് പേര് ഈ ഡൗട്ടുകൾ ഇങ്ങനെ ചോദിച്ചതുകൊണ്ടാണ് നമ്മളതൊന്നും കൂടെ ക്ലിയർ ആക്കി തന്നത്. ഇപ്പം നമുക്ക് ഒരു കടയിലേക്ക് നമുക്ക് 100 പിയേഴ്സിൻ്റെ സോപ്പാണ് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഓർഡർ നമുക്കൊരു പിയേഴ്സിൻ്റെ 100 സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു 10 കിലോ ബേസെങ്കിലും നമുക്ക് വേണ്ടി വരും. പിന്നെ ഇവിടുന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമുക്ക് റേറ്റിൽ മാറ്റം വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ റേറ്റിൽ മാറ്റം വരുത്താനും നമുക്ക് പറ്റും. നമുക്ക് അവിടുന്ന് സോപ്പ് ബേസ് റേറ്റ് കുറച്ചിട്ടാണ് കിട്ടുന്നതെങ്കിലും അവിടുന്ന് ഷിപ്പിങ്ങും അതുപോലെ തന്നെ GST ഇതൊക്കെ കണക്കൂട്ടി അതൊക്കെ നോക്കിയിട്ടാണ് അവർ പൈസ കണക്കൂട്ടുന്നത്, അല്ലാണ്ട് സോപ്പ് ബേസ് മാത്രമല്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് സോപ്പ് ബേസ് വാങ്ങുമ്പോൾ 1 kgക്ക് 40 രൂപേനെ, പിന്നെ കിലോ കൂടുന്നതിനനുസരിച്ചിട്ടാണ് പിന്നെ പൈസ വരുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ. ഇനിയും ഇതേപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്. പിന്നെ ഞാൻ ഒരു കടയിലേക്ക് പിയേഴ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പൊടി ആയതുകൊണ്ട് നമുക്കതിൻ്റെ അളവും കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പൊടി നമ്മൾ ആദ്യം കുറച്ചിട്ടപ്പോൾ എനിക്കെന്തോ കളറ് കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ പൊടിയിട്ട്. അപ്പോൾ അതാണ് ഞാൻ അന്ന് ഇതിലേതാണ് പിയേഴ്സ് പിയേഴ്സിൻ്റെ ഒറിജിനൽ കളർ എന്ന് ചോദിച്ചൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പിയേഴ്സ് തന്നെയായിരുന്നു, പക്ഷെ കളർ അപ്പോൾ ഇടുന്ന പൊടി കൂടിപ്പോയതുകൊണ്ടാണ് അന്ന് 2 ഒന്ന് ഡാർക്ക് കളറും ഒന്ന് ലൈറ്റ് കളറും ആയത്. അപ്പോൾ ഒരുവിധം സംശയമൊക്കെ എല്ലാവരും മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. പിന്നെ നമ്മളിത് സോപ്പിൻ്റെ എല്ലാ ഐറ്റംസും അടങ്ങിയിട്ടുള്ള കിറ്റ് വേണമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി മോൾഡ് വേണ്ടാത്തവർക്ക് അങ്ങനെയും നമ്മൾ തരും. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.